ഇസ്ലാമിക വീക്ഷണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ സ്ഥാപനമാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ വരച്ചു വെക്കുന്ന ഒരു വൃത്തമുണ്ട്. ആ വൃത്തം നമ്മുടെ ഉമ്മ ബാപ്പമാരും നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ പെങ്ങളും എന്നടങ്ങുന്ന വളരെ ചെറിയൊരു വൃത്തമാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിലുള്ള കുടുംബം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഈജിപ്ത് കീഴടക്കുന്ന ഒരു കാലം വരും. നിങ്ങൾ ഈജിപ്തിലേക്ക് ചെല്ലുമ്പോൾ ഈജിപ്തുകാരോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണം. ഫഇന്ന ലക്കും ഫീഹാ സിലത്തുൻ. ഈജിപ്തുകാരോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് പറയുന്നതിന്റെ കാരണം, നിങ്ങൾക്ക് ഈജിപ്തിനോട് കുടുംബ ബന്ധമുണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലാണ് മുസ്ലിം സൈന്യം ഈജിപ്തിലെത്തുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ കാലശേഷം ഈജിപ്തിലേക്ക് മുസ്ലിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഈജിപ്തുകാരോട് നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് പറയാനുള്ള കാരണം ഈജിപ്തിനോടുള്ള കുടുംബ ബന്ധമാണ്. ആ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അനേക തലമുറകൾക്കപ്പുറത്ത് ഹാജറയുമായി ബന്ധപ്പെട്ട ചരിത്രം ഓർത്തിട്ടാണ്, ഇസ്മായിലിന്റെ ഉമ്മയെ സ്മരിച്ചിട്ടാണ് നിങ്ങൾക്ക് അവിടെ കുടുംബ ബന്ധമുണ്ട് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഒരു തലമുറ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു തലമുറ കഴിയണമെന്നില്ല. കുടുംബം എന്നത് നമ്മുടെ കണ്ണിലും കാഴ്ചപ്പാടിലും ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ കുടുംബം എന്ന് പറയുന്നത് ഒരുപാട് വലിപ്പമുള്ള, ഏതെല്ലാം രീതിയിൽ രക്തബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഉണ്ടോ അതെല്ലാം കണ്ടെത്തി അറിഞ്ഞ് പഠിച്ചു മനസ്സിലാക്കി ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുകയും ബന്ധം പുലർത്തുകയും ചെയ്യേണ്ടുന്ന വളരെ സുപ്രധാനമായ ഒന്നായിട്ടാണ് അള്ളാഹുവിന്റെ ദീൻ കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വർത്തമാനകാലത്ത് നമ്മൾ ജീവിക്കുന്ന ലോകത്ത് കടന്നു വരുന്ന പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ പലതിനെയും സ്വാധീനിച്ച കൂട്ടത്തിൽ കുടുംബത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളെ പുതിയ കാലഘട്ടം സ്വാധീനിക്കുന്നുണ്ട്. ഇസ്ലാമിക ആശയങ്ങൾക്ക് പുറത്ത് ലോകത്ത് നിലനിൽക്കുന്ന അനേകം സിദ്ധാന്തങ്ങളും ആശയങ്ങളും നമ്മളറിയാതെ നമ്മുടെ തലച്ചോറുകൾക്കകത്ത് വലിയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ സംസാരങ്ങളെയും നമ്മുടെ നിലപാടുകളെയും നമ്മുടെ സമീപനങ്ങളെയും തീരുമാനങ്ങളെയും ഒക്കെ നിശ്ചയിക്കുന്ന, നിർണയിക്കുന്ന, അതെങ്ങനെയാകണം എന്നതിനെ കുറിച്ച് കൃത്യമായ തീരുമാനമെടുക്കുന്നവരായി നമുക്ക് പുറത്തുള്ളവർ മാറുന്നു. അവർ നമ്മുടെ അജണ്ട തീരുമാനിക്കുന്നു എന്നിടത്താണ് പലപ്പോഴും വർത്തമാനകാലത്തെ മുസ്ലിം ഉമ്മത്തുള്ളത് എന്നത് നിഷേധിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് നമുക്ക് വിവാഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഒരു മുജാഹിദ് മഹലിൽ ചെന്നപ്പോ കുറെ കാര്യങ്ങൾ അവിടുത്തെ മുതിർന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ദീർഘമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഞങ്ങളുടെ മഹൽ എന്ന് പറയുന്നത് ഒരു വലിയ മഹല്ലാണ്. ഈ വലിയ മഹലിനകത്ത് 20 വയസ്സ് പിന്നിട്ട, 25 വയസ്സിനോടടുത്ത് പ്രായമുള്ള വിവാഹിതരാകേണ്ടുന്ന 32 യുവതികളുണ്ട്. ഈ 32 ചെറുപ്പക്കാരികളും ഒരേ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു മഹലിനകത്താണ് ഞാൻ പറയുന്നത്. 10-25 വയസ്സ് പ്രായമുള്ള 32 പെൺകുട്ടികൾ
ആ 32 പെൺകുട്ടികളും ഒരേ ശൈലിയിലാണ് സംസാരിക്കുന്നത്. അവർ പറയുന്നത്, വിവാഹം, ഒരു ജോലി കിട്ടി, സ്വന്തം കാലിൽ നിന്നതിന് ശേഷം, എനിക്കൊരു വരുമാനമായതിനു ശേഷം, എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ എനിക്കെൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധമുള്ള ഒരു സംവിധാനം ഉണ്ടായതിന് ശേഷമാണ് എൻ്റെ വിവാഹം ഉണ്ടാകേണ്ടത്. അങ്ങനെ നിലപാടെടുത്തുകൊണ്ട്, അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങളുടെ മഹലിൽ 33 പെൺകുട്ടികളുണ്ട് എന്നൊരു മഹല്ല്, ആ മഹല്ലിലെ ഉത്തരവാദപ്പെട്ട കാരണവന്മാർ മഹല്ലിന്റെ വലിയൊരു പ്രതിസന്ധിയായി അവർ ചർച്ച ചെയ്യുകയാണ്. ഇത് ഒരു ഗ്രാമത്തിൻ്റെയോ ഒരു നാടിൻ്റെയോ ഒരു മഹല്ലിൻ്റെയോ ഒരു ശാഖയുടെയോ ഒരു പ്രദേശത്തിൻ്റെയോ പ്രശ്നമല്ല. ഞാൻ അതാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറുകൾക്കകത്ത് നമ്മളല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. ആശയങ്ങൾ രൂപപ്പെടുന്നത്, നമ്മുടെ തലച്ചോറുകളിൽ ആശയങ്ങൾ രൂപപ്പെടുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വെള്ളിയാഴ്ചകൾ ഖുതുബകളിൽ മിമ്പറിൽ നിന്ന് കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നല്ല, ഹദീസുകളല്ല, നമ്മുടെ കുടുംബ പാരമ്പര്യങ്ങളല്ല, നമ്മുടെ നാട്ടാചാരങ്ങളല്ല നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നത്. ഒരു പെൺകുട്ടി പഠിക്കുന്നതിന് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും എതിരല്ല എന്ന് നാം മനസ്സിലാക്കണം. ഒരു സ്ത്രീ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് പരിശുദ്ധ ഇസ്ലാം എതിരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമികമായ ചിട്ടകൾ പാലിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് എത്ര ഉയരങ്ങളിലേക്ക് കടന്നു പോകാനും ഏതെല്ലാം ദൗത്യങ്ങൾ നിർവഹിക്കാനും അനുവാദം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കണം. ആണും പെണ്ണും ഇടകലരുന്നിടത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അത് അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ മാത്രമല്ല, അത് ജോലിക്ക് പോകുമ്പോൾ മാത്രമല്ല, അത് സർക്കാർ ഉദ്യോഗം കിട്ടിയാൽ മാത്രമല്ല. ആണും പെണ്ണും ഇടകലരുന്നിടത്ത് പാലിക്കേണ്ടുന്ന മര്യാദകൾ ആണും പെണ്ണും അതെവിടെയായിരുന്നാലും പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, 2 ആളുകൾ, സ്ത്രീ പുരുഷന്മാർ, അന്യർ, അവർ തനിച്ചാകരുത്. ഒരാണും പെണ്ണും അന്യരാണെങ്കിൽ അവർ തനിച്ചാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഭർത്തൃ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലോ ഒരു സ്ത്രീ തനിച്ചുള്ളിടത്തേക്ക് നിങ്ങൾ ഒരിക്കലും കടന്നു ചെല്ലരുത്. ഒരു സ്ത്രീ മാത്രമുള്ളപ്പോൾ, ഒരു വീട്ടിൽ ഒരു സ്ത്രീ മാത്രമുള്ളപ്പോൾ നിങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ആണും പെണ്ണും കാണുമ്പോഴേക്ക് എന്താണ് സംഭവിക്കാനുള്ളത്? ആകാശം ഇടിഞ്ഞു വീടുമോ? ആണും പെണ്ണും ഒന്ന് ഇടപഴകുമ്പോഴേക്ക് എന്താണ് സംഭവിക്കാനുള്ളത്? ഈ ലോകം മുഴുവൻ തകർന്നു വീടുമോ? ആണും പെണ്ണും തമ്മിൽ പാലിക്കേണ്ടുന്ന മതപരമായ ചില അതിർവരമ്പുകൾ അത് വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മതപരമായ നിയമങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ അള്ളാഹു ഗൗരവത്തോടുകൂടെ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചത്, നമ്മുടെ കണ്ണ് വെച്ചും നമ്മുടെ കണ്ണട വെച്ചും നമ്മുടെ കാലഘട്ടം വെച്ചും അതിനെ ലഘൂകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഭാര്യയുണ്ട്. അവരുടെ അടുത്തേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും കടന്നു വരുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും റളിയല്ലാഹു അൻഹു അന്ധനാണ്, നമുക്കതിൽ തർക്കമില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും കടന്നു വരുമ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയോട് അകത്തു പോകാൻ പറയുന്നുണ്ട്. അതെന്തിനാണ്? സ്വാഭാവികമായി നമ്മുടെ ഉമ്മക്കും ആ സംശയമുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകരെ, അദ്ദേഹം അന്ധനല്ലേ അദ്ദേഹം, ഞാൻ എന്തിനാണ് അകത്തു പോകുന്നത്? നിഷ്കളങ്കമായ ചോദ്യമാണ്. നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം അന്ധനാണെങ്കിലും അദ്ദേഹം നിന്നെ കാണുന്നില്ലെങ്കിലും നീ അയാളെ കാണുന്നുണ്ടല്ലോ എന്ന കാരണം പറഞ്ഞിട്ടാണ് അകത്തു പോകണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത്യാവശ്യമല്ലെങ്കിൽ, അനിവാര്യമല്ലെങ്കിൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലരലുകൾ ഉണ്ടാകേണ്ടതില്ലെന്ന കർക്കശമായ നിയമം പറയുന്ന മതം തന്നെയാണ്. അത് അങ്ങാടിയിൽ ഇറങ്ങി പറയുമ്പോ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആളുകളോട് നമ്മൾ ഇത് പറയുക? അങ്ങനെ ചോദിക്കരുത്, അങ്ങനെ നമ്മൾ ചോദിക്കരുത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഇത് ആളുകളോട് പറയുമെന്ന് നമ്മൾ ചോദിക്കരുത്. ആധുനിക കാലഘട്ടവും ആധുനിക കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാടുകളും ആധുനിക കാലഘട്ടത്തിന്റെ വീക്ഷണങ്ങളും ആധുനിക കാലഘട്ടത്തിന്റെ നിയമങ്ങളും ഇത് മാത്രമല്ല.
അനേകം കാര്യങ്ങളിലുണ്ട്. അത് പലതും നമുക്ക് സ്വീകാര്യമായതോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതോ അല്ല. അത്തരം വീക്ഷണങ്ങൾ കടന്നു വന്ന് നമ്മുടെ ആണിനെയും പെണ്ണിനെയും സ്വാധീനിക്കുകയാണ്, ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും സ്വാധീനിക്കുകയാണ്, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സ്വാധീനിക്കുകയാണ്, നമ്മുടെ വീട്ടിലെ മുതിർന്നവരെയും ചെറിയ കുട്ടികളെയും സ്വാധീനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറുന്നതുമായി ബന്ധപ്പെട്ട് ഭർതൃ കുടുംബത്തിൽപ്പെട്ടവരാണോ ആണെങ്കിലോ എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞൊരു ഉത്തരവുണ്ട്. ആ സാഹചര്യം മരണതുല്യമാണ് എന്ന് റസൂൽ പ്രയോഗിച്ചു. ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഭർത്താവിന്റെ അനുജൻ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് അവരുടെ ഭർത്താവിന്റെ അനുജൻ അവിടേക്ക് കയറി വരാൻ പാടില്ല എന്നൊരു നിയമം പറയാൻ കഴിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ആ സാഹചര്യം മരണതുല്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആണും പെണ്ണും എന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പറഞ്ഞ ചില നിയമങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ ആളുകൾ ഒരുപക്ഷെ പരിഹസിച്ചേക്കാം. പക്ഷേ ആണിന്റെ ശരീരത്തിന്റെ പ്രകൃതവും പെണ്ണിന്റെ ശരീരത്തിന്റെ പ്രകൃതവും, ആണിന്റെ മാനസികാവസ്ഥയും പെണ്ണിന്റെ മാനസികാവസ്ഥയും, ആണിന്റെ സ്വഭാവവും പെണ്ണിന്റെ സ്വഭാവവും, ആണിന്റെ പ്രകൃതവും പെണ്ണിന്റെ പ്രകൃതവും സൃഷ്ടിച്ചവനും സംവിധാനിച്ചവനുമായ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് ഈ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്നതുകൊണ്ടാണ് കാർക്കശ്യത്തോടുകൂടെ അതീവ ഗൗരവത്തോടുകൂടെ ആ നിയമങ്ങൾ പാലിക്കപ്പെടണം എന്ന് നമ്മൾ പറയുന്നത്. സഹോദരങ്ങളെ, പുതിയ കാലത്ത് നമ്മുടെ പെൺകുട്ടികൾ ചോദിക്കുകയാണ്, എൻ്റെ ശരീരം എൻ്റെ ചോയ്സ് അല്ലേ, എൻ്റെ ശരീരം എൻ്റെ തെരഞ്ഞെടുപ്പല്ലേ, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങളിൽ ഞാൻ തീരുമാനിക്കുമെന്നാണ്, ഞാൻ എൻ്റെ കാലിൽ നിൽക്കും എന്ന് പറയുകയാണ്. ഒരു പെൺകുട്ടി അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയും അവൾ ബോൾഡാണ് എന്ന് നമ്മൾ പറയും. ഒരു ഉറച്ച തീരുമാനമുള്ള ഒരു പെൺകുട്ടിയാണ്, മനസ്സിന് കരുത്തുള്ള ഒരു പെൺകുട്ടിയാണ്, കാര്യഗൗരവമുള്ള ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ നമ്മൾ പറയും. പെൺകുട്ടിക്കാണെങ്കിലും ആൺകുട്ടിക്കാണെങ്കിലും ആവശ്യത്തിന് ജീവിക്കാനുള്ള കരുത്തും മനക്കരുത്തും കാര്യഗൗരവവും ബോധവും നിലപാടുകളും എല്ലാം ഉണ്ടാകണം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ചില കാര്യങ്ങൾ, എൻ്റെ ശരീരം എൻ്റെ തെരഞ്ഞെടുപ്പാണ്, എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ് എന്ന് പറയുന്നത്, ഈ ലോകത്ത് ആ ശബ്ദം ഈ ലോകം കേൾക്കുന്നത് ഫെമിനിസ്റ്റുകളിലൂടെയാണ്, സ്ത്രീപക്ഷവാദികളിലൂടെയാണ്. ഈ ലോകത്തേക്ക് അത്തരം ഒരു ചിന്ത വരുന്നത് ലിബറൽ ആശയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഒരു പെണ്ണിന്റെ ശരീരത്തെ തീരുമാനിക്കാനുള്ള അവകാശം ആ പെണ്ണിനുണ്ട് എന്ന് പറയുകയാണ്. നമ്മളാരെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും, നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും, നമ്മൾ കേട്ട ഏതെങ്കിലും സംഭവങ്ങളിൽ ഒരാണ് കടന്നു വന്നുകൊണ്ട് എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ്, എൻ്റെ ശരീരം ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു സംഭവമില്ല. എന്തുകൊണ്ടാണ് ഒരാണിന് അങ്ങനെ പറയേണ്ടി വരാത്തത്? എന്തുകൊണ്ടാണ് ആണുങ്ങൾ വന്ന് ലോകത്തോട് എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ ശരീരം ഞാനാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ പ്രത്യക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? പെണ്ണാണ് ഇങ്ങനെ പറയുന്നത്. ആൺ ശരീരവും പെൺ ശരീരവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ആ ആൺ ശരീരവും പെൺ ശരീരവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുക. ഒരാണ് അർദ്ധനഗ്നനായി നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ, ഒരു കൂട്ടം സ്ത്രീകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ സ്ത്രീകൾ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഒരാണ് അർദ്ധനഗ്നനായി സ്ത്രീകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ആണുങ്ങളെ സെക്ഷുവലി ലൈംഗികമായി കണ്ടാസ്വദിക്കുന്ന ഒരു പ്രവണത, അത്തരം ഒരു പ്രകൃതം സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയിട്ടില്ല. ആണുങ്ങളൊക്കെ വൃത്തികെട്ടവരും പെണ്ണുങ്ങളൊക്കെ നല്ലവരുമാണ് എന്ന അർത്ഥത്തിലല്ല. അള്ളാഹു അങ്ങനെ ഒരു പ്രകൃതം മനുഷ്യർക്ക് നൽകിയിട്ടില്ല. മനുഷ്യരിലെ സ്ത്രീകളുടെ സെക്ഷൽ ലൈംഗികമായ ഉത്തേജനം എന്ന് പറയുന്നത് കാഴ്ചയിലൂടെയല്ല, ദർശനത്തിലൂടെയല്ല, സ്പർശനത്തിലാണ്. വളരെ സ്വകാര്യമായ ഒരു സാഹചര്യത്തിൽ തനിക്ക് തൃപ്തിയുള്ള ഒരാൾ തൻ്റെ ശരീരത്തെ സ്പർശിക്കുമ്പോഴാണ് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ലൈംഗിക ഉത്തേജനങ്ങൾ ഉണ്ടാകുന്നത്. അനുകൂലമായ സാഹചര്യങ്ങൾ വേണമെന്നില്ല. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യതയിൽ വെച്ചാകണമെന്നില്ല, കൈകൊണ്ട് തൊടണമെന്നില്ല, കാണുന്നത് നേർക്ക് നേരെയുള്ള ഒരു മനുഷ്യനാകണമെന്നില്ല. ഒരു ചിത്രത്തെ നോക്കി,
ഒരു രൂപത്തെ നോക്കി, ഒരു ഫിലിമിനെ നോക്കി ലൈംഗികമായ ഉത്തേജനങ്ങൾ ഉണ്ടാകുന്ന ശരീരപ്രകൃതമാണ് അള്ളാഹു പുരുഷന്മാർക്ക് നൽകിയിട്ടുള്ളത്. ആണിന്റെ ശരീരത്തിന്റെ വ്യത്യാസത്തെയും പെണ്ണിന്റെ ശരീരത്തിന്റെ വ്യത്യാസത്തെയും പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങളാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ ഓരോ കാര്യങ്ങളിലും പഠിപ്പിക്കുന്നത്. എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. നമ്മുടെ ശരീരം നമ്മുടേതാണ്, എൻ്റെ ശരീരം എൻ്റെതാണ്, ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്. എല്ലാ നിലക്കും തെറ്റായ ഒരു പ്രഖ്യാപനമാണത്. ആരുടെയും ശരീരം അയാളുടേതല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം, അതൊരു വസ്തുതയാണ്. നമ്മൾ ജനിക്കുന്നു, നമ്മുടെ ജനനം നമ്മൾ തീരുമാനിക്കുന്നതല്ല. നമ്മുടെ മരണം നമ്മൾ തീരുമാനിക്കുന്നതല്ല. മരിക്കുന്ന സമയം നമ്മൾ തീരുമാനിക്കുന്നതല്ല. മരിക്കുന്ന രൂപം നമ്മൾ തീരുമാനിക്കുന്നതല്ല. എന്ത് ബാധിച്ചിട്ട് മരിക്കണം, എനിക്ക് എൻ്റെ ശരീരത്തിന് എന്ത് രോഗം ബാധിക്കണം, നമ്മളല്ല തീരുമാനിക്കുന്നത്. ശരീരവുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണവും ഒരു നിയമവും ഒരു നിയന്ത്രണവും സത്യത്തിൽ മനുഷ്യരുടെ കൈകളിലില്ല. ശരീരം മുഴുവനും അത് നൽകുന്നതും സൃഷ്ടിക്കുന്നതും അത് നൽകുന്നതും സംവിധാനിക്കുന്നതും സൗകര്യപ്പെടുത്തി തന്നതും പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ്, ലോകനാഥനാണ്, അള്ളാഹുവാണ്. അതുകൊണ്ട് ആ ശരീരം അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കണം. ശരീരം അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കണം. ജീവിതത്തിൽ ഏറ്റവും വലുത് ഈ ജീവിതമാണ് എന്ന് പറയുന്നവന്റെ സിദ്ധാന്തം നമ്മുടെ തലച്ചോറിനെ സ്വാധീനിക്കരുത്. പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തവരുടെ, പരലോകത്തെ പറ്റി പ്രതീക്ഷയില്ലാത്തവരുടെ, സ്വർഗമെന്തെന്നറിയാത്തവരുടെ, നരകമെന്തെന്നറിയാത്തവരുടെ, പരലോകമെന്തെന്നറിയാത്തവരുടെ, വിചാരണ എന്തെന്നറിയാത്തവരുടെ സിദ്ധാന്തങ്ങൾ നമ്മുടെ സിദ്ധാന്തങ്ങളായി മാറരുത്. നാളെ വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചോ മരണാനന്തരം ഒരു ജീവിതത്തെക്കുറിച്ചോ കിട്ടാനുള്ള സ്വർഗത്തെക്കുറിച്ചോ രക്ഷപ്പെടേണ്ടുന്ന നരകത്തെക്കുറിച്ചോ ബോധമില്ലാത്തവർ എൻ്റെ ശരീരം ഞാൻ തീരുമാനിക്കും, അതെൻ്റെ അവകാശമാണ്, എൻ്റെ കല്യാണം, എൻ്റെ വിവാഹം അത് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് തീരുമാനിക്കാം വിവാഹത്തിന്റെ കാര്യങ്ങൾ. പക്ഷേ അടിസ്ഥാനപരമായ മതപരമായ ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കപ്പെടണം. വിവാഹം എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയാണോ അത് ആ ലക്ഷ്യം സഫലമാകുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങളാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ആണിന്റെ ഭാഗത്തു നിന്നും പെണ്ണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. വിവാഹപ്രായമായി ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വ്രതമനുഷ്ഠിക്കണമെന്ന്, നോമ്പെടുക്കണമെന്ന് റസൂൽ പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? കല്യാണപ്രായമായ ഒരു ചെറുപ്പക്കാരൻ, വിവാഹപ്രായമായ ഒരു യുവാവ് അയാൾക്ക് കല്യാണം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സാമ്പത്തികമായി അയാൾക്കൊരു ശേഷിയില്ലെങ്കിൽ, ഒരു പെൺകുട്ടിയെ പോറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ വ്രതമനുഷ്ഠിക്കണം, അയാൾ നോമ്പെടുക്കണം. അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണ്? ശരീരത്തെ നിയന്ത്രിക്കാൻ, സെക്സുമായി ബന്ധപ്പെട്ട, ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദാഹം വന്നാൽ വെള്ളം എന്നതുപോലെ, വിശപ്പ് വന്നാൽ ഭക്ഷണം എന്നതുപോലെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ലൈംഗികമായ ആവശ്യങ്ങൾ വരുമ്പോൾ ഒരു ഇണ എന്ന് പറയുന്നത്. അത് പ്രായപൂർത്തിയാകുന്നതോടെ ആണിന്റെയും പെണ്ണിന്റെയും ശരീരം അതിന് സജ്ജമാവുകയാണ്. ആർത്തവ ചക്രം ആരംഭിക്കുന്നതോടുകൂടെ ഒരു പെൺശരീരം ഗർഭിണിയാകാൻ സന്നദ്ധമാകുന്നതോടുകൂടെ ആ പെൺശരീരം ഒരു വിവാഹത്തിന് സന്നദ്ധത പ്രഖ്യാപിക്കുകയാണ്. അത് എത്രാമത്തെ വയസ്സിലാണ് ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത്? ആ പ്രായത്തിൽ തന്നെ കെട്ടിച്ചുവിടണമെന്നല്ല. പക്ഷേ വിവാഹപ്രായത്തിന് അല്ലെങ്കിൽ ഒരു ഗർഭം ധരിക്കുന്നതിന് ഒരു പെൺശരീരം തയ്യാറായിരിക്കുന്നു, അതിന് സന്നദ്ധമായിരിക്കുന്നു എന്ന അറിയിപ്പാണ് ഒരു പെൺശരീരത്തിലെ ആർത്തവം എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നത് മുതൽ ശരീരം അതിന് സന്നദ്ധമാണ്. അത് നമ്മൾ നീട്ടിക്കൊണ്ടുപോകും തോറും നമ്മുടെ ദീനിനെ ബാധിക്കുമെന്നതുകൊണ്ടാണ് നോമ്പെടുക്കണം എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. കല്യാണം കഴിക്കേണ്ടുന്ന പ്രായത്തിൽ കല്യാണം കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരലോകം നഷ്ടപ്പെടുന്ന, മരണപ്പെട്ടാൽ പരലോകം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതുകൊണ്ട് ദുനിയാവിനല്ല വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത്, പരലോകത്തിനാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണുന്നത് പരലോകത്തെയാണ്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. അവനവന്റെ ഇഷ്ടം അതല്ല, തൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ല, അതിനെ തടയുകയാണ്. എൻ്റെ ഇഷ്ടത്തിനപ്പുറം എൻ്റെ റബ്ബിന്റെ ഇഷ്ടമെന്ന് പറയാനാണ്, എൻ്റെ ഇഷ്ടത്തിൻ്റെ അപ്പുറം അള്ളാഹുവിൻ്റെ നിയമത്തിനാണ് പ്രാധാന്യം എന്ന് പറയാനാണ്, എൻ്റെ ഇഷ്ടത്തിനപ്പുറം അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതാണ് ഞാൻ സ്വീകരിക്കുക എന്ന് പ്രഖ്യാപിക്കാനാണ് വിശ്വാസികൾക്ക് സാധിക്കേണ്ടത്. അത് വിവാഹത്തിലാണെങ്കിൽ പോലും നമുക്ക്
സ്വന്തം കാലിൽ നിൽക്കുക എന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായി അനുവാദമുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു സ്ത്രീക്ക് അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വവും പരിശുദ്ധ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം ഒരു പെണ്ണിനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. എൻ്റെ കുടുംബത്തിലെ 4 മക്കളും എൻ്റെ ഭാര്യയും ഏതെങ്കിലും നിലയ്ക്ക് പട്ടിണി കിടക്കുകയോ പ്രയാസം അനുഭവിക്കുകയോ ചെയ്താൽ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഞാൻ അതിന് മറുപടി പറയണം. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ പട്ടിണി കിടന്നാൽ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ പോയി എൻ്റെ ഭാര്യ മക്കൾ പട്ടിണി കിടന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടതില്ല. കുടുംബം പോറ്റുന്നതിന്റെ ഉത്തരവാദിത്തം, കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം, അതിന്റെ ബാധ്യതകൾ മുഴുവൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആണിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജോലി ഉണ്ടാകേണ്ടതും പണം കണ്ടെത്തേണ്ടതും കുടുംബം പോറ്റേണ്ടതും പുരുഷന്റെ ഉത്തരവാദിത്തമാണ്. 4 പെൺകുട്ടികൾ 2 ആൺകുട്ടികളുണ്ടെങ്കിൽ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുണ്ടെങ്കിൽ 2-3 മക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പഠിക്കണമെങ്കിൽ തന്നെ പണം എത്ര വേണം എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് തലപുകഞ്ഞ് ആണിനും ജോലി വേണം പെണ്ണിനും ജോലി വേണം എന്ന് നമ്മളിങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ജോലിയായതിന് ശേഷമേ കല്യാണം വേണ്ടതുള്ളൂ എന്ന് നമ്മൾ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് നീട്ടിവെച്ച് അതിലൂടെ അബദ്ധങ്ങളിലേക്കും അപകടങ്ങളിലേക്കും അധാർമികതകളിലേക്കും പോകുന്നതിൻ്റെ കഥകളാണ്, കാഴ്ചകളാണ് നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ജോലി കിട്ടിയാലും ജോലി കിട്ടിയില്ലെങ്കിലും, ഉദ്യോഗമുണ്ടായാലും ഇല്ലെങ്കിലും, സർക്കാർ സർവീസിലേക്ക് കയറിയാലും ഇല്ലെങ്കിലും, പരലോകത്ത് ചെന്നാൽ എൻ്റെ മകൻ എൻ്റെ മകൾക്ക് സ്വർഗം കിട്ടണം, നരകമോചനം ലഭിക്കണം എന്ന തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളുമാണ് ഇസ്ലാമിക കുടുംബജീവിതത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകേണ്ടത്. ആ ധാരണയും ആ ചിന്തയുമാണ് നമുക്കുണ്ടാകേണ്ടത്. ലിബറൽ ചിന്തകൾ ഫെമിനിസവുമായി ബന്ധപ്പെട്ട ഭൗതിക ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്ത് രൂപപ്പെട്ടതാണ്. അത് വേറെ തന്നെ ഭൗതികമായി ഈ ലോകത്ത് രൂപപ്പെട്ട ഓരോ ദർശനങ്ങളെയും പഠിക്കുന്ന കൂട്ടത്തിൽ വളരെ വിശദമായി പറയുകയും പരാമർശിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ലിബറലിസം. അതിൻ്റെ ഒരു സൂചന മാത്രമാണ് എൻ്റെ ശരീരം എൻ്റെ ചോയ്സാണ് എന്ന് പറയുന്നത്. ഫെമിനിസവുമായി ബന്ധപ്പെട്ടാണ് ലോകത്തത്ര ഒരു കാഴ്ചപ്പാട് ലോകത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരീരം എൻ്റെ റബ്ബ് തന്നതാണ്. എൻ്റെ ശരീരം അതിൻ്റെ ഓരോ രോമകൂപങ്ങളും അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. എൻ്റെ ശരീരം തന്ന എൻ്റെ റബ്ബിനോട് ഞാൻ നന്ദി കാണിക്കുമെന്ന തീരുമാനമാണ്, പ്രഖ്യാപനമാണ് സത്യവിശ്വാസിയുടെ ഭാഗത്ത് നിന്ന്, സത്യവിശ്വാസിനികളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന, സൂക്ഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുന്ന, അനുസരിക്കുന്ന ജീവിതത്തെ അള്ളാഹു പറഞ്ഞതുപോലെ ചിട്ടപ്പെടുത്തുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദൃത്തവാന്മാരിൽ, നല്ല മനുഷ്യരിൽ കുടുംബസമേതം അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഇണകളെയും മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.